പാലിലോ തേനിലോ നെയ്യിലോ കലർത്തി കഴിക്കാം. ഞാൻ സാധാരണ കുങ്കുമപ്പൂ പാലിൽ മിക്സ് ചെയ്താ കഴിക്കുന്നത്. ഇതും അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ പുതിയ 2 ലിമിറ്റഡ് എഡിഷൻ സാധനം കൂടി കമ്പനി ഇറക്കിയിട്ടുണ്ട്. സ്റ്റിമുലസ് 2000, പൾസർ 750. അതൊന്നും വേണ്ട. ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. ഏയ് give it to him. Hi. I don't want this. Get me a glass of hot milk. Okay, sure. ബസ് ഏ ബഹുത്ത് അധികം. What? എടോ, അവര് ഹിന്ദിക്കാരിയൊന്നുമല്ല, അർമേനിയൻകാരിയാ. ആണോ? വേറെ 2 റഷ്യൻസ് കൂടി ഉണ്ടായിരുന്നു. അവര് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കും. സാറിന് ശരിക്കും എത്ര വയസ്സായി? ഇതിന്റെ പേയ്മെന്റ് 7,000 തനിക്ക് കിട്ടിയില്ലേ? കിട്ടി. എന്നാ ചെല്ലേ. ക്രിസ്റ്റി, somebody is outside. Yeah. ദാമോദരൻ മാമൻ ഉണ്ടോ? Who? ദാമോദരൻ മാമൻ, ദാമോദരൻ അങ്കിൾ. Uncle? You mean Daman? Yes, he's our uncle. Oh, he looks so cute. ഏ ക്രിസ്റ്റി, Okay, coming. ഹലോ. അല്ല, ഈ പാവത്തിന്റെ കുടിലേക്ക് വരാനുള്ള വഴിയൊക്കെ അറിയാമോ മരുമോനെ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അല്ല, ഞങ്ങളൊരു ചെറിയ പടം ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് പടം എന്ന് പറയുമ്പോ സിനിമയല്ലേ? അതെ അതെ അതെ. നീയൊക്കെ സിനിമ ചെയ്യാൻ മാത്രം ആയോ? ഓ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ വേണം. കറക്റ്റ്, ഞങ്ങൾ മനസ്സിൽ അതേ കാര്യം അല്ലേ? അങ്കിളിനാവുമ്പോ സിനിമയോടൊരു താല്പര്യമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സിനിമയോട് ഒരു താല്പര്യമില്ല. ഞാൻ അവസാനമായിട്ട് കണ്ടു എന്ന് പറയുന്ന സിനിമ ബാഹുബലി എന്നോ അങ്ങനെ ഏതാണ്ടൊന്നോ. അങ്കിളെ ഇത് ബാഹുബലിനെക്കാളും പൊളിക്കും. എന്താ എന്നെ ഇവനല്ലേ ഡയറക്റ്റ് ചെയ്യണേ? പഴയ ആൽബം കേസ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്. ആ രശ്മിക മന്ദാനെ ഹീറോയിനായിട്ട് ബുക്ക് ചെയ്ത് അതിന് 10 ലക്ഷമോ 10 കോടിയോ എത്ര വേണേലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തായാലും ഫിക്സ് ചെയ്യാം. ഇതൊരു ചെറിയ പടമാണ്, കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, ജാൻവി കപൂറിന്റെ ബുക്ക് ചെയ്യ്. നല്ല പളങ്ക് പോലെയുള്ള കുട്ടിയല്ലേ? എന്നാ കുട്ടീനെ ഫിക്സ് ചെയ്യാം. ഓ, പറഞ്ഞത് ഫീൽ ചെയ്തോ? എന്നാ മരുമകനൊരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ടൊരു പടം പിടിച്ച് അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ബാക്കിയോടെ നശിപ്പിക്കേ. സിനിമ പിടിക്കാൻ മാമാ, നിനക്കിപ്പോ സന്തോഷമായോ? എടാ, അങ്കിൾ അപ്പുറത്ത് ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. നീ മിണ്ടരുത്, നീയും കൂടി ചേർന്നിട്ടാ. ഇയാൻ, നിന്റെ അച്ഛൻ മരിച്ചാൽ എനിക്കും വിഷമമുണ്ട്. എന്നിട്ട് ഇത് ചത്തവരെ തിരിച്ചുകൊണ്ടുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. അയാൾ മരിച്ചു പോയെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക്. പിന്നെ ഏത് നേരം ആ സിനിമ കാണുന്നൊന്ന് നിർത്ത്. തണുക്കുന്നുണ്ടോടാ? കുറച്ചുണ്ടല്ലേ? അപ്പൊ ഈ ജട്ടി മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന സ്പൈഡർമാന്റെ സൂപ്പർമാന്റെ അവസ്ഥ നിന്ന് ആലോചിച്ച് നോക്കി. അപ്പാ കളിയാക്കല്ലേ? മോനെ, ഈ സൂപ്പർമാനും സ്പൈഡർമാനും ഒന്നേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ല, നമ്മളെപ്പോലെ റിയൽ മനുഷ്യരാണെന്ന് വിചാരിക്കും. അങ്ങനെ ഈ സൂപ്പർ ഹീറോസുമായിട്ടൊക്കെ നീ നല്ല ഫ്രണ്ട്സായി, തിക് ഫ്രണ്ട്സേ. അങ്ങനെ ഒരു ദിവസം നിനക്ക് അവരോടുള്ള ക്രേസ് മനസ്സിലാക്കി. അതിലൊരു സൂപ്പർ ഹീറോ ഒരു ദിവസത്തേക്ക് മാത്രം അയാളുടെ സൂപ്പർ പവർ ഒക്കെ നിനക്ക് തന്നാ നീ എന്തൊക്കെ ചെയ്യും? എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പവർ കിട്ടിയാൽ മതി. ടെലിപ്പോർട്ടോ? എന്നിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് പപ്പ എവിടെയാണോ അങ്ങോട്ട് ഞാൻ ടെലിപ്പോർട്ട് ചെയ്ത് വരും. അതെങ്ങനെ ശരിയാവും? നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? പഠിക്കണം, പക്ഷെ പപ്പ എളുപ്പം മാത്രം. പപ്പയെ കാണാൻ വേണ്ടി മാത്രമാണോടാ സൂപ്പർ പവേഴ്സ്? അല്ല, പിന്നെ ഞാൻ പപ്പയും അമ്മയും കൂട്ടിയിട്ട് സൂപ്പർ ഹീറോസിന്റെ പ്ലാന്റ് പോകും. എന്നിട്ട് ഞാൻ സൂപ്പർ ഹീറോസിന്റെ കൂടെ കളിക്കും. അതും കഴിഞ്ഞ് എനിക്ക് ഡെത്ത് വേദറിന്റെ ലൈറ്റ് സേബർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതൊക്കെ എന്താടാ? അത് വേണ്ട, നീ പറ. പിന്നെ അപ്പയും അമ്മയും കൂട്ടിയിട്ട് സ്പേസും പ്ലാനറ്റ്സും എല്ലാം കാണിച്ച് രാത്രി നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് റെഡിയ സമയം കിട്ടിയാൽ ഗ്രൂട്ടിന്റെ അടുത്തോട്ടും. നമ്മൾ കൊണ്ട്
അപ്പാപ്പനെയും അമ്മാമ്മയും വെക്കേഷൻ കാണാൻ വന്നല്ലോ അല്ലേ? ആ. കൊള്ളാടാ, കൊള്ളാം. വീട്ടിൽ നിന്ന് സൂപ്പർ ഹീറോയിനെ അമ്മ വിളിക്കുന്നല്ലോ. ഹലോ, ആ ഞങ്ങളിപ്പോ സ്പേസിലാണ്. ടെലിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങ് എത്തും. അല്ലേടാ? ഓവർ ഓവർ. അന്ന് കോട്ടവാതിക്കൽ നിന്നും യാത്ര പറഞ്ഞത് മുതൽ കൊച്ചുതമ്പുരാട്ടി എന്റെ നെഞ്ചിൽ നിക്കടാ അവിടെ. നീ എന്നാ അവനെയും കൂട്ടിട്ടല്ലേ പോയത്? അപ്പൊ കൂടെ കൂട്ടി വരേണ്ട ഉത്തരവാദിത്വം നീ കാണിക്കണ്ടേ? വഴിയിൽ ഇറക്കി വിട്ടിരിക്കുക. അവന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായല്ലോ. പിന്നെ പാവം പയ്യൻ, അറിയാത്ത സ്ഥലം ഓട്ടോ പിടിച്ച് അവനെ ഇങ്ങോട്ട് വന്നത്. ആണെങ്കി നന്നായി പോയി. കിള്ളക്കുട്ടി ഒന്നുമല്ലോ. ഇതൊന്ന് നിർത്തിക്കൂടെ? ഏത് നേരം ഒരു ജയഭാരതി നസീർ. അതിന് ഞാൻ എന്റെ ഫോണിലല്ലേ കാണണേ, നിന്റെ ഫോണിലല്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അത്ര നഷ്ടം? ഞാനേ വേണമെങ്കിൽ നസീറിന്റെ മാത്രല്ല സത്യമാഷ്ടം കാണണേ. നീ പോയതിന്റെ പണി നോക്കടാ. ഇതിലുണ്ടായിരുന്നു 200 രൂപ അവിടെ. അതാ ഓട്ടോക്കാരന് കൊടുത്തു. എടാ നിന്നോടല്ലേ ഞാൻ പിന്നാലെ വരരുതെന്ന് പറഞ്ഞത്? ആ എടാ നിന്റെ സ്റ്റെല്ല ചേച്ചി കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇയാന്റെ അമ്മ, നീ എന്നാലും അവനോട് അങ്ങനെ പറഞ്ഞത് കുറച്ച് മോശമായി പോയിട്ടാ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു അവന്റെ ചത്തുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ മാജിക് ഒന്നുമില്ല. പിന്നെ അയാളെ മരിച്ചുപോയി, നീ ജീവിക്കാൻ നോക്കുന്നു മാമൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എടാ മഹാഭാവി, ഇങ്ങനെയാണോടാ കുട്ടികളോട് സംസാരിക്കുന്നത്? ഇതിന്റെയൊക്കെ ശാപം കൊണ്ടാടാ നിനക്ക് പെണ്ണ് പോലും കിട്ടാത്തത്. അമ്മ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ഒന്ന് വേഗം വരാൻ നോക്ക്. ഏയ് ഇന്ന് വേണ്ട, ചൊവ്വാഴ്ച അല്ല നാളെ ബുധനാഴ്ച അല്ലേ? ബുധനാഴ്ച പോവാം നമുക്ക്. ഡാടാ നാളും തീയതിയൊക്കെ നോക്കി ചെയ്യാനേ ഇത് നിന്റെ നൂലുകെട്ടൊന്നുമല്ല. നീ ഇന്ന് ഇപ്പോ അവിടെ ചെന്നിട്ട് ആ കുട്ടിയുടെ അമ്മയുടെ മാപ്പ് പറയണം. അത് തന്നെ. ആ പ്രിയേഷ് ചെയ്തോട്ടും ശരിയായില്ല. ഞാൻ അപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ആശ കൊടുക്കരുത്. അലക്സ് പോയതിനു ശേഷം ഇയാൻ ഒരിക്കലും നോർമലായിട്ടില്ല. പഴയ കളിയും സന്തോഷവും ഒന്നുമില്ല. ആ സിനിമ കാണുമ്പോൾ മാത്രമാണ് അവൻ വല്ലപ്പോഴും ചിരിച്ചു കാണുന്നത്. ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു അവൻ ആ സിനിമയായിട്ട്. നിങ്ങളിങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനാകെ മാറിയത്. ഇതുകൊണ്ടാവൂന്നറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സിനിമ ചെയ്യണം പ്രിയേഷ്. എനിക്ക് എൻ്റെ മകനെ പഴയ പോലെ തിരിച്ചു വേണം. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ തരുന്നതാണ്. വാങ്ങിച്ചോളൂ. അല്ല ശരിയാവില്ല പ്രിയേഷ്. ഈ ഉള്ള പാതി ജീവനും കൂടെ കളയാതെ ഞാൻ ഈ കിടക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ ഇടയിലാകുമ്പോൾ അവൻ തിരിച്ചു വരുന്നതിൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്കും കൂടെ വേണ്ടിയിട്ട് ആ സിനിമ ചെയ്യണം. ഇനി പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാല. സോറി. മരിച്ചവരൊന്നും തിരിച്ചു വരില്ലാന്ന് അങ്കിളിന് അറിയുന്ന പോലെ എനിക്കും അറിയാം. എന്നാലും പപ്പ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. He was my best friend.
ഞാന് സിനിമ ഒരു മാജിക്കാണ്. നമ്മളെ കൊണ്ട് പറ്റാത്തതെല്ലാം സിനിമയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഈ മാജിക് എങ്ങനെ വരുമെന്ന്.